നമ്മുടെ മെറ്റാഡ്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ ബിസിനസ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കുന്നത്. ദെൻ എങ്ങനെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം, ദെൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതുപോലെ ഫേസ്ബുക്ക് പേജും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് പേജിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും അറ്റ് എ ടൈം എങ്ങനെ സ്റ്റോറീസ്, റീൽസ്, പോസ്റ്റേഴ്സൊക്കെ ഷെഡ്യൂൾ ചെയ്യാം എന്ന് പഠിക്കാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള മെസ്സേജൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. then ആഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും then എങ്ങനെ അതിൻ്റെ ആക്സസ് കൊടുക്കാം മറ്റുള്ളവർക്ക്, അതുപോലെ എങ്ങനെ ക്ലയൻറ്റിൻ്റെ ആക്സസ് നമുക്ക് വാങ്ങാം. ഫൈനലി ഈ കാണുന്നത് പോലെയൊക്കെ ആഡൊക്കെ റണ്ണാക്കി എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് കാണാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജാണ് കൺവേർട്ടിങ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ടു ബിസിനസ് അക്കൗണ്ട്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ട്. ഇനി ഇതിനെ എങ്ങനെ ബിസിനസ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എഡിറ്റ് പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. ദെൻ കാറ്റഗറി സെലക്ട് ചെയ്യുക. ബ്യൂട്ടി കോസ്മെറ്റിക് പേഴ്സണൽ കെയർ അത് സെലക്ട് ചെയ്യുക. ദെൻ ആ ഡിസ്പ്ലേ ഓൺ പ്രൊഫൈൽ എനേബിൾ ചെയ്ത് വെക്കുക ഫോർ ദിസ്. ദെൻ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ബിസിനസ് അക്കൗണ്ടായി ഡിഫോൾട്ടായി കിടക്കുന്നുണ്ടാവും, അതിനെ നെക്സ്റ്റ് അടിക്കുക. ദെൻ അഗെയിൻ നെക്സ്റ്റ് അടിക്കുക. ഇത് നമ്മുടെ ബിസിനസ്സിന് വേണ്ട ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ ആഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാം സജസ്റ്റ് ചെയ്യുന്ന 7ഓളം സ്റ്റെപ്പുകളാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യാം, കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ. ഓക്കെ, നമുക്ക് നമ്മുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്ത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ പേര് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കീവേഡ് കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ട്സ് ബ്രാൻഡാണ് ഈ ഒരു പേജ്. അതുകൊണ്ട് ബ്യൂട്ടി, കോസ്മെറ്റിക്സ്, പേഴ്സണൽ കെയർ ഇത് നമുക്ക് SEO രീതിയിൽ നമുക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബെസ്റ്റ് കോസ്മെറ്റിക്സ് ഷോപ്പ് ഇൻസ്റ്റയിൽ ഇപ്പോൾ ഓരോ വ്യക്തി അടിക്കുമ്പോൾ അതല്ല ബ്യൂട്ടി ഷോപ്പ്, പേഴ്സണൽ കെയർ എന്നൊക്കെ അടിക്കുമ്പോൾ നമ്മൾ പേജ് റാങ്ക് ചെയ്യാൻ ചാൻസ് ഹയറാണ്. ദെൻ ഡൺ കൊടുക്കുക, ചേഞ്ച് നെയിം എന്ന് കൊടുക്കുക. പിന്നെ അതുപോലെ പ്രൊനൗൺസ് അത് നമുക്കിപ്പോൾ നോക്കണ്ട, അത് വേണ്ട ആവശ്യമില്ല. പിന്നെ ബയോ വേണ്ടി വരും. ബയോ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, കോപ്പി ചെയ്യുക. ദെൻ ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. ദെൻ ഡൺ കൊടുക്കുക. നമുക്കിവിടെ ലിങ്ക്സ് എന്ന് കാണാൻ കഴിയും. അവിടെ നമുക്ക് ആഡ് ലിങ്ക്സ്, ഇവിടെ ഞാൻ ഫേസ്ബുക്ക് പേജിൻ്റെ URL പേസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കാൻ കഴിയും, ഫേസ്ബുക്ക് എന്ന് കൊടുക്കാൻ കഴിയും. ഇപ്പം നമുക്ക് ഫേസ്ബുക്കിൻ്റെ മാത്രമല്ല, നമുക്ക് ഏത് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഈവൻ വെബ്സൈറ്റ് അതല്ല വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ കഴിയും. ഡൺ എന്ന് കൊടുക്കുക. നമുക്ക് ഇനിയും ആഡ് ലിങ്ക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതർ നമ്മുടെ ബിസിനസ്സിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഡൺ കൊടുക്കുക. നമുക്ക് ബാക്ക് അടിക്കാം. നമ്മൾ ലിങ്ക് വരെ സെറ്റാക്കി. ബാനർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഫേസ്ബുക്കിൻ്റെ പേജ് നമുക്ക് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കാണാൻ കഴിയും. അത് നമുക്ക് ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്യുക. പിന്നെ അവിടെ ഓൾറെഡി ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ഒന്ന് പ്ലസ് ടാപ്പ് ചെയ്യുക. ഇത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. രണ്ടെണ്ണം കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാനേഴ്സിൻ്റെ ഇത് കാണാൻ കഴിയും. നമ്മൾ ആഡായിട്ടുണ്ട് ഹെർലെക്സ് കാർട്ട് ഫേസ്ബുക്ക് പേജ്. അതുപോലെ നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത ലിങ്ക്സിൻ്റെതും നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇനി താഴെ നോക്കിയാൽ ജെൻഡർ അത് വേണ്ട, പേജ് നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ലോഗിൻ ടു ഫേസ്ബുക്ക്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത പേജ് ഇതാ, അത് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പേജ് കണക്റ്റ് ആയിട്ടുണ്ട്. പേജിൻ്റെ അവിടെ കാണാൻ കഴിയും ഹെർലെക്സ് കാർട്ട്. യെസ്, ഇവിടെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിൽ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല. ഇനി അതുപോലെ നമുക്കിവിടെ കാറ്റഗറി നമ്മൾ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഓഫാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈലിൽ കാറ്റഗറി കാണേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓഫാക്കി ഇടാൻ. ഇതല്ല കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്തിട്ടേക്കാം. ഡൺ കൊടുക്കുക. ദെൻ നമുക്ക് അതിൻ്റെ താഴെ കോണ്ടാക്റ്റ് ഓപ്ഷൻ, ഇവിടെ നമുക്ക് നമ്പർ ആഡ് ചെയ്യാൻ കഴിയും. ഡൺ എന്ന് കൊടുക്കുക. നോട്ട് നൗ. അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഓഡിയോ കോളിംഗ് എനേബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എനേബിൾ ആക്കാം. നമുക്ക് ബിസിനസ് അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്ക് വാട്സപ്പ് ബിസിനസ് ഫോൺ നമ്പർ
ഇവിടെ 2 ഓപ്ഷൻ ഉണ്ടാവും. നമുക്കിപ്പോൾ ഓൾറെഡി പ്രൈമറി നമ്പറാണ് ചൂസ് ചെയ്യേണ്ടത് അതോ ഡിഫറെൻറ്റ് നമ്പർ ചൂസ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൈമറി നമ്പറിനെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് നമ്പർ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്പർ കൊടുത്തതിന് ശേഷം നമുക്ക് ഡൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിലേക്കൊരു കോഡ് വരും. അത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെരിഫൈഡ് ആവും. ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത നമ്പർ തന്നെയാണ് കൊടുക്കുന്നത്. സോ നമ്മൾ വാട്സാപ്പ് ഓൾറെഡി ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ആഡ് ആക്ഷൻ ബട്ടൺ, ഇത് പുതിയ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ പേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ഷോപ്പിൻ്റെ ബട്ടൺ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇതിൽ ഓരോ വെബ്സൈറ്റിൽ നമ്മൾ പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ബാക്ക് അടിക്കാം. ഇപ്പോൾ ഓൾറെഡി ഇവിടുത്തെ നമ്മൾ കോൺടാക്റ്റ് ഓപ്ഷൻ ഓൾറെഡി ഫില്ലായിട്ടുണ്ട്. നമുക്ക് വേണ്ടത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സേവ് കൊടുക്കുക. ഇത് നമുക്ക് ആക്ഷൻ ബട്ടൺ താഴെയും കാണാൻ കഴിയും. അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. നമുക്ക് പ്രൊഫൈൽ പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബ്യൂട്ടി കോസ്മെറ്റിക്സ് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ആ കാറ്റഗറി നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ബയോയിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എനേബിൾ ആക്കിയിടാം. അതുപോലെ നമ്മൾ കോൺടാക്റ്റ് ഇൻഫോ കാണിക്കണം എന്നുണ്ടെങ്കിലും അത് എനേബിൾ ആക്കിയിട്ടിടാം. എന്തായാലും നമ്മളിവിടെ എനേബിൾ ആക്കിയിട്ടിട്ടുണ്ട്. നമ്മളെന്തായാലും ബാക്ക് അടിക്കാം. ഓക്കെ, നമ്മളെ പ്രൊഫൈൽ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ വെരിഫൈ യുവർ ബിസിനസ്, നമ്മൾ എന്തായാലും വെയിറ്റ് ലിസ്റ്റിങ്ങിലാണ്. ദെൻ ഓക്കെ എന്ന് കൊടുക്കുക. ദെൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് അടിക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.